ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്പെഷ്യൽ ഐറ്റം, അതും ഈ ഒരു സമയത്ത് മാത്രം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് നാടൻ മാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു നാടൻ മാങ്ങ ഈ ഒരു സമയത്ത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണല്ലോ. അതിൻ്റെ തൊലിയൊക്കെ കൈ വെച്ചിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ടൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 അച്ച് ശർക്കര, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ്, ഒരു 1/2 കപ്പ് വെള്ളം, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. ഞാനിവിടെ ഒരു 40 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത്, കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് മതി കേട്ടോ, 2 നുള്ളൊക്കെ ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഇതുപോലെ നല്ല കുറുക്കിയെടുക്കണം കേട്ടോ. നല്ല തേൻ പോലെ ആവണം കേട്ടോ അതിൻ്റെ ആ ഒരു ഗ്രേവി. ഇനി ഒരു പാൻ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഉലുവ, കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് അടിപൊളി ഐറ്റം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്